കേരള റീജിയണൽ യൂത്ത് മൂവ്മെൻ്റ് നേതൃത്വത്തിൽ 2026 ഏപ്രിൽ മാസം 6-ാം തീയതി കേരളത്തിലെ 5 മഹാ ഇടവകളിൽ നിന്നുള്ള യുവജനങ്ങൾ അഭിവന്ധ്യ കേരള റീജിയണൽ ചെയർമാനായിരിക്കുന്ന ബിഷപ്പ് കുര്യൻ പീറ്റർ തിരുമേനിയോടൊപ്പം യാത്ര ആരംഭിച്ച് ഏപ്രിൽ മാസം 7-ാം തീയതി മധ്യകേരള മഹാ ഇടവയുടെ മിഷൻ വയലായിരിക്കുന്ന തെലങ്കാന മിഷൻ വീട്ടിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. ടൗണിലായതുകൊണ്ട് വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. ബാക്കിയെല്ലാം ഫ്രീഡം ഉണ്ട് നിങ്ങൾക്ക്. അച്ഛന്മാരും ഉണ്ട്. അച്ഛന്മാർക്ക് ആ റൂമില് ശബ്ദം ഉണ്ടാക്കില്ല. പറക്കാൽ മിഷനിലോട്ടാണ് ഞങ്ങൾ യാത്ര നടത്തിയത്. മുകളപ്പള്ളിയിലുള്ള നിർമ്മല സ്കൂളിൻ്റെ സ്കൂൾ ബസ്സിലാണ് യാത്ര ആരംഭിച്ചത്. പറക്കാൽ മിഷനിൽ എത്തിച്ചേർന്നപ്പോൾ പറക്കാൽ മിഷൻ്റെ ചുമതല വഹിക്കുന്ന റവറൻഡ് പ്രതീഷ് ബാബു കുര്യനച്ചൻ ഞങ്ങളെ സ്വീകരിക്കുകയും പറക്കാൽ മിഷൻ്റെ ചരിത്രങ്ങൾ ഞങ്ങൾക്ക് വിവരിച്ചു തരികയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ആദ്യം സന്ദർശിച്ചത് പറക്കാൽ മിഷൻ കോമ്പൗണ്ടിൽ അവിടുത്തെ മൺമറഞ്ഞു പോയ മിഷണറിമാരെയും സിസ്റ്റർമാരെയും പിന്നെ തെലങ്കാന മിഷൻ്റെ ആദ്യ മിഷണറിയായ PO നയനാനച്ചൻ്റെ മകൾ നിർമ്മല അന്ത്യവിശ്രമം കൊള്ളുന്ന ആ കല്ലറകൾ സന്ദർശിക്കുവാനും ഇടയായിത്തീർന്നു. ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് 1 വർഷം കഴിഞ്ഞാലേ കല്ലറ കെട്ടാറുള്ളൂ. ഇവര് ബോഡിയെ പെട്ടിക്കകത്ത് നിറച്ച് ഉപ്പ് കൊണ്ട് നിറച്ചിട്ട് 1 വർഷം ആഘോഷിക്കുന്ന സമയത്ത് അവർ തുറന്നു നോക്കും. മുഖം കാണണമെന്നാണ് ഇവരുടെ ഒരു ലോക്കൽ വിശ്വാസമാണ്. അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞാണ് സാധാരണ കല്ലറ കെട്ടാറുള്ളത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ടവരാരും അത് ചെയ്യുന്നില്ല. അവർ 1 മാസത്തിനുള്ളിൽ തിരിച്ച് കല്ലറ കെട്ടിയിട്ടൊക്കെ പോകുന്നതാണ്. അതിനുശേഷം പറക്കാൽ മിഷനിൽ പുതിയതായി സ്ഥാപിച്ച പുതിയ ദേവാലയവും സന്ദർശിക്കുവാനും ഇടയായിത്തീർന്നു. നമ്മൾ നേരെ തിരിച്ചല്ലേ, നമ്മൾ ഒരു പള്ളി കെട്ടിയാൽ ആദ്യം എപ്പോഴാണോ ആ ഇയർ തന്നെ നമ്മൾ കണ്ടിട്ട് ചെയ്യും. ഇവിടെ നേരെ തിരിച്ചാണ്. പുതിയ പള്ളി എപ്പോൾ കിട്ടുന്നോ ആ പള്ളിയുടെ ഇയർ വെച്ചായിരിക്കും പിന്നെ ഇവിടെ സുധാകരൻ എന്ന് പറയുന്ന അച്ഛനാണ്. ഡയസിന്റെ കീഴിലാണ് അച്ഛനാണ് ശുശ്രൂഷിക്കുന്നത്. കാൽ മിഷൻ വയലിൽ നിന്നും കാട്ടറപ്പള്ളി മിഷൻ വീട്ടിലെത്തിച്ചേർന്നപ്പോൾ വളരെ വിചിത്രമായ കാഴ്ച കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. കാട്ടറപ്പള്ളി മിഷൻ സ്കൂളിൻ്റെ മുമ്പിലുള്ള വൃക്ഷങ്ങൾക്ക് ചുവട്ടിൽ നിന്ന് അധ്യാപകർ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. തെലങ്കാന മിഷൻ ഫീൽഡിലെ നിരവധി മിഷൻ വയലുകൾ സന്ദർശിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മോഗപ്പള്ളി, ചിറ്റിയാൽ, ജഡൽപേട്ട്, ഇസൈപ്പേട്ട്, അനത്തുക്കണ്ട, ചിരങ്കരങ്ക, പെഡിസില്ല എന്നീ നിരവധി ഗ്രാമങ്ങൾ സന്ദർശിക്കുവാൻ ഇടയായിത്തീർന്നു. ഏപ്രിൽ മാസം 9-ാം തീയതി തെലങ്കാന മിഷൻ്റെ ആദ്യ മിഷണറി ആയിരിക്കുന്ന PO നയനാനച്ചൻ്റെ മകളുടെ പേരിലുള്ള നിർമ്മല സ്കൂൾ സന്ദർശിക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ അസംബ്ലിയിൽ പങ്കെടുക്കുവാനും കേരള റീജിയണിൻ്റെ ഉപഹാരമായി ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നൽകുവാനും കുഞ്ഞുങ്ങളുമായി കുറച്ചു നേരം സമയം ചെലവഴിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ഉച്ചയ്ക്ക് ശേഷം കേരള റീജിയണലിൻ്റെ യുവജനങ്ങളെല്ലാം ചേർന്ന് നിർമ്മല സ്കൂൾ കോമ്പൗണ്ട് വൃത്തിയാക്കുകയും നിർമ്മല സ്കൂളിൻ്റെ ചില ക്ലാസ് റൂമുകൾ പെയിൻ്റ് അടിക്കുകയും ചെയ്തു. പരമ്പരാഗത രീതിയിലുള്ള അവരുടെ സ്വീകരണം അത് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ അനുഭവമായി തീർന്നു.
മിഷൻ ഫീൽഡ് സന്ദർശന വേളയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു. തെലങ്കാനയിലെ പരമ്പരാഗത രീതിയിലുള്ള വിവാഹ ചടങ്ങുകൾ കാണുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം ടാലന്റ് നൈറ്റ് പ്രോഗ്രാം നടത്തപ്പെട്ടു. വ്യത്യസ്തങ്ങളായ സ്കിറ്റുകൾ, ഡാൻസുകൾ യുവജനങ്ങൾ അവതരിപ്പിച്ചു. അഞ്ച് കല്ലെടുത്തു വച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടകണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടകണ സേവയ്ക്കായുള്ള ദിവ്യ സമർപ്പണം സർവേശൻ തന്നോടെ അനുഗ്രഹീതമായ സമർപ്പണ ശുശ്രൂഷയ്ക്ക് അഭിവന്ദ്യ കുര്യൻ പീറ്റർ തിരുമേനി നേതൃത്വം നൽകി. വളരെ അനുഗ്രഹീതമായ ഒരു മിഷൻ യാത്രയായിരുന്നു ഇത്. ഇതിന് നേതൃത്വം കൊടുത്ത കേരള റീജിയനിലെ എല്ലാ ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ഡോക്യുമെൻ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.